ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെൻഡ് പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഓയിൽ ചെക്ക് ചെയ്യുക, ഫ്രണ്ട് ഷോക്ക് കപ്പർ ചെക്ക് ചെയ്യുക, ആക്സിലേറ്റർ കൂട്ടുമ്പോൾ ഒരു സൗണ്ട് എന്നൊക്കെ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ വണ്ടി ബോഡി വൈബ്രേഷൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിൽ നിന്നൊക്കെ ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കംപ്ലയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഈ ബോഡി കവറിൻ്റെ ഈ ഒരു പീസൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ സ്ക്രൂ ഭാഗമൊക്കെ ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരുവിധം സൗണ്ട് ഇല്ലാത്ത രീതിയിൽ ഒന്ന് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ ജന സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വീലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവറും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബെൽറ്റിനായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഹോണ്ട കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്റർ ഇരിക്കുന്നത് കുഴപ്പമില്ല, നല്ല എയർ ഫിൽറ്ററാണ്, നിലവിൽ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതന്നെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗട്ടർ ചാടുമ്പോൾ ചെറിയ രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഷോക്കപ്പിൻ്റെ ഈ ഒരു ബുഷ് പോയിട്ട് കിടക്കുന്നുണ്ട്, ഈ ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ ബുഷുകൾക്ക് പ്ലേ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷോക്കപ്പിന് ചെറിയൊരു ഓയിൽ ലീക്കൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ഈ ഷോക്കപ്പ് മാറ്റിക്കളയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 ബുഷുകൾ മാത്രം മാറ്റി മതി. അതുപോലെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ ബ്രേക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ബ്രേക്സിന് നടക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ആമറോണിൻ്റെ നിലവിൽ വേറെ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.02 ആ റേഞ്ച് വോൾട്ട് വരുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും 9.25 റേഞ്ച് വോൾട്ട് താഴോട്ട് വരുന്നുണ്ടോ. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല. ബാറ്ററിക്ക് എന്തെങ്കിലും കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അതിന് സെക്കൻഡറി ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ ബോഡി കവറിനൊക്കെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ വണ്ടി എവിടെയായിട്ട് തട്ടിയിട്ട് അതിൻ്റെ ഒരു ബെൻഡൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആകെയുള്ള ഓയിലാണ് ഒരു 200 മില്ലി ഓയിലുള്ളൂ കേട്ടോ എഞ്ചിനിൽ. നമുക്ക് 800 മില്ലി ഓയിൽ വേണ്ടടുത്ത് ഒരു 200 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തോരം കുറയേണ്ടതെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റാണ്. അപ്പോൾ കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വർക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്കൊക്കെ പോട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ വേറെ അങ്ങനെ പറയുന്നതൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സർവീസിൻ്റേതായ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്കിൻ്റെ നിലയിൽ പറഞ്ഞ ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.